ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു മാജിക് ഹെയർ ജെല്ലിനെ പറ്റിയാണ്. നമുക്കൊക്കെ മുടി കൊഴിയുന്നവരാണല്ലോ. അപ്പോൾ ഈ ഒരു മാജിക് ഹെയർ ജെൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടീഷണറിൻ്റെയോ അല്ലെങ്കിൽ മാസ്കിൻ്റെയോ ഒന്നും ആവശ്യം വരത്തില്ല. അത് രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഫ്ലാക്സ് സീഡും രണ്ടാമത്തത് കാസ്റ്റർ ഓയിലുമാണ്. ഇത് രണ്ടും മുടിക്ക് വളരെയേറെ നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ച് നമുക്കൊരു ജെല്ലുണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു മാസ്ക് ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിച്ചും തരാം, പറഞ്ഞും തരാം. അപ്പം ഫ്ലാക്സ് സീഡാണ് ഒന്നാമത്തെ. ഒരു 2 സ്പൂൺ ഫ്ലാക്സ് സീഡും ഒരു 1/2 സ്പൂൺ കാസ്റ്റർ ഓയിലും മതി. കാസ്റ്റർ ഓയിൽ എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും, ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. നിങ്ങൾ വാങ്ങുമ്പോൾ നല്ലത് നോക്കി വാങ്ങുക. എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഫ്ലാക്സ് സീഡ് എടുത്തിട്ട് ഒരു 2 സ്പൂൺ എടുത്തിട്ട് നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നല്ലോണം തിളപ്പിക്കുക. അപ്പോൾ അതൊരു ജെൽ ലൈക്ക് ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ അത് ചെറിയ തീയിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ജെല്ല് ഇറങ്ങി വരണം. തീരെ കട്ടിയാകുന്നത് വരെ കാത്തു നിൽക്കേണ്ട. അതൊരു ജെൽ നമുക്ക് ഇങ്ങനെ എടുത്ത് ഒരു ഒറ്റനൂൽ പരുവമെന്ന് പറയില്ലേ, ആ പരുവത്തിലാവുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് തണുക്കണം. അത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1/2 സ്പൂൺ കാസ്റ്റർ ഓയിൽ അതിൽ മിക്സ് ചെയ്ത് നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ തലയിലും തേക്കാം, മുടിയിലും തേക്കാം. ഇത് രണ്ടിനും നല്ലതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മുടിയിലേ തേക്കാൻ പറ്റും. വളരെ ചുരുക്കം ജെല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ ചുരുക്കം മാസ്കുകളേ ഉള്ളൂ നമുക്ക് സ്കാൽപ്പിൽ തേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ തേച്ച് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്യുക. അപ്പോൾ ഷാമ്പു ഇട്ടാണ് വാഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്കാൽപ്പിൽ മാത്രം ഷാമ്പു ഇടുക, ബാക്കി ഭാഗത്തൊന്നും ഷാമ്പു ഇടേണ്ട കാര്യമില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെയേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മാസ്ക് ആയിരിക്കും. ഇതൊരു മാജിക് മാസ്ക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കാസ്റ്റർ ഓയിലും ഫ്ലാക്സ് സീഡും ഇത് രണ്ടും വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ഇനി കാസ്റ്റർ ഓയിലിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കാസ്റ്റർ ഓയിൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും നമ്മുടെ തലയിലെ റൂട്ട്സിന് നമ്മുടെ തലയിലോട്ട് നിൽക്കുന്ന ഭാഗത്തിന് നല്ല ശക്തി കൊടുക്കുകയും അതിന് വളരാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് കാസ്റ്റർ ഓയിൽ. ഫ്ലാക്സ് സീഡും നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കും, സ്കാൽപ്പിന് ആരോഗ്യം കൊടുക്കും, നമ്മുടെ ഈ ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ഒക്കെ കുറയ്ക്കും. പിന്നെ ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് നമുക്കത് ആക്ട് ചെയ്യും. അപ്പോൾ മുടി നല്ല സോഫ്റ്റായി കിടക്കും. ഇനി ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഏജ് ആകുമ്പം മുടി തിന്നിങ് ഉണ്ടാകും, മുടിക്ക് കട്ടിയില്ലാതാവും. അപ്പോൾ കട്ടി കൂടാനായിട്ട് സഹായിക്കും. ഹെയർ ഗ്രോത്തിന് അത് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. പിന്നെ റീഗ്രോത്ത്, നമുക്ക് പൊഴിഞ്ഞുപോയ മുടിയൊക്കെ വളരാൻ സഹായിക്കും. ഫ്രിസിനെസ് കുറയ്ക്കും. മുടി കൊഴിച്ചിലിന് ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടും ഇത് രണ്ടും നല്ലതാണ്, നമ്മുടെ തലയിലായാലും നമ്മുടെ മുടിക്കായിരുന്നാലും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കാസ്റ്റർ ഓയിൽ ഇല്ലാതെ ഈ ഫ്ലാക്സ് സീഡ് മാത്രം ഇങ്ങനെ തിളപ്പിച്ച് അതിനൊരു ജെല്ലാക്കിയിട്ട് നമുക്ക് മുടിയിൽ അത് മാത്രമായിട്ടും ഒരു കണ്ടീഷണർ പകരമായിട്ട് യൂസ് ചെയ്യാം. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. കാസ്റ്റർ ഓയിൽ കട്ടിയാണ്, അപ്പോൾ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ സെൻസിറ്റീവ് സ്കാൽപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് ഫ്ലാക്സ് സീഡ്, കാസ്റ്റർ ഓയിൽ, വെള്ളം. ഇതിൽ ഞാൻ 2 ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡ്. എന്നിട്ട് വെള്ളം 1 ഗ്ലാസ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടെ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലോട്ട് 2 സ്പൂൺ ഫ്ലാക്സ് സീഡ്, 2 ചെറിയ സ്പൂണാണ് ഫ്ലാക്സ് സീഡും അതിൽ 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിക്കുക. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ തീ കുറച്ച് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ നന്നായിട്ട് അത് തിളച്ച് അതൊരു ജെൽ കൺസിസ്റ്റൻസിയിലാവും. ഒരു തീരെ ജെല്ലെല്ലാം നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നും അത് ജെല്ലായിട്ടില്ല എന്ന്. എന്നാലും ആ ഒരു ജെൽ പരുവത്തിനാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇപ്പം ഞാൻ ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലൊരു അരിപ്പയിൽ വെച്ച് അതൊന്ന് അരിച്ചെടുക്കുക. ചൂടോടുകൂടി അരിച്ചാൽ മാത്രമേ അരിപ്പയിൽ കൂടെ വീഴത്തുള്ളൂ, തണുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ വീഴത്തില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിച്ചെടുത്തിട്ട് ഞാനിനി തണുക്കാനായിട്ട് വെക്കുകയാണ്. ഇപ്പം കണ്ടോ, ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതൊരു ജെൽ പോലെയായി.
കണ്ടല്ലോ, ഈ ജെൽ പോലെ ആകുന്ന ടൈമിന് വേണം നമ്മൾ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ ചെറിയ സ്പൂണിന് ഒരു 1/4 സ്പൂൺ തൊട്ട് ഒരു 1/2 സ്പൂൺ വരെയാണ് ഞാൻ എടുക്കുന്നത്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ ജെല്ലിലോട്ട് ഈ കാസ്റ്റർ ഓയിൽ നന്നായിട്ട് മിക്സ് ആവണം. ജെല്ലായതുകൊണ്ട് കുറച്ച് പാടായിരിക്കും അത് മിക്സ് ആകാനായിട്ട്. എന്നാലും നന്നായിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇനി ഇത് നിങ്ങൾ തലയിലും മുടിയിലും എല്ലാം പുരട്ടി ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുക. ഇത് വളരെയേറെ നല്ലൊരു മാസ്കാണ്. ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഓക്കെ, ബൈ, ലവ് യു ഓൾ. ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ.